നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ചെടികൾ മേടിക്കുകയും ഒരുപാട് ചെടികൾ വളർത്തുകയും ചെയ്യുന്ന, പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെടികളുടെ പേരറിയാതെയും നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിനൊരു പേര് പറഞ്ഞ് നമ്മളത് കൊണ്ടുവരികയും പിന്നീട് നമുക്കത് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിച്ച ചെടിയല്ല, പൂ പോലും ഉണ്ടാവാത്ത ചെടിയാണ്, വേറൊരു ചെടിയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു ചെടീനെ നമുക്ക് നമ്മുടെ ക്യാമറ വെച്ചിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ ചെടിയുടെ പേര്, ഇതിനെങ്ങനെ വളർത്തണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. നമുക്ക് ആകെ ആവശ്യം നമ്മുടെ ഫോൺ മാത്രമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ സൈഡിലായിട്ട് എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ സൈഡിലായിട്ട് ഫുൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാമേ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോവുക, അതായത് നമ്മുടെ ഗൂഗിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ പോവുക. ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ലെൻസ് എന്ന് അടിച്ചു കൊടുക്കുക. ഗൂഗിൾ ലെൻസ് എന്ന് അടിച്ചു നോക്കുക. അപ്പം ഇങ്ങനൊരു ആപ്പ് വരും. അപ്പോൾ ഇത് നിങ്ങളുടെ ഏത് ആപ്പ് സ്റ്റോർ ആണെങ്കിൽ ആ ആപ്പ് സ്റ്റോറിൽ പോയാൽ മതി. അവിടെ എല്ലായിടത്തും ഉണ്ടാവും. ഐഫോണിലാണെങ്കിൽ ഐഫോണിലും ഉണ്ടാവും. അപ്പോൾ ഇത് പോയിട്ട് ഈ ഒരു ആപ്പ് ഇവിടെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടണിൽ ഞെക്കി ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ വന്ന് കിടക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ മെനു ബാറിൽ എവിടെയാണ് നമ്മുടെ ആപ്പ് വരുന്നതെന്ന് വെച്ചാൽ അത് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ലെൻസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ ആപ്പ് വന്ന് കിടക്കും. അതിനുശേഷം നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 2-3 പെർമിഷൻസ് ഒക്കെ ചോദിക്കും. ക്യാമറയുടെ പെർമിഷൻ അതൊക്കെ അലൗ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട പ്ലാന്റ് ഇതാണെന്ന് വിചാരിക്കാം. ഈ പ്ലാന്റിൻ്റെ ഇവിടെ സെർച്ചിൻ്റെ അവിടെ കണ്ടോ, ഇതിൽ നമ്മളിങ്ങനെ തൊടുക. അതിന് ശേഷം നമ്മുടെ പ്ലാന്റിനെ ഇങ്ങനെ വെച്ച് ഫോക്കസ് ചെയ്യട്ടെ. ഫോക്കസ് ചെയ്തതിന് ശേഷം നടുക്ക് ആ വെള്ള ബട്ടണിലൊന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോയിൽ താഴെ നമ്മളിങ്ങനെ ഈ ഭാഗം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ അപ്പം 2-3 ഓപ്ഷൻസ് നമുക്ക് കാണിക്കും. ഇവിടെ ഇത് എറിക്കയാണോ എറിക്ക പാമാണോ എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കണ്ടാൽ അറിയാതെ എറിക്കയല്ല. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇതിനോട് എല്ലാം മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റിനെ നമുക്കിവർ ഗൂഗിൾ തന്നെ സെലക്ട് ചെയ്ത് തന്നു. ഈ പ്ലാന്റിന് താഴെ പോയിട്ട് നമുക്ക് ഇതിൻ്റെ പേര് നോക്കാം. ഇത് ഏത് ഫാമിലിയിൽ പെട്ടതാണ്, ഇത് നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുമോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ നോക്കി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മൾ പോകുമ്പോൾ കണ്ടോ, ഇവിടെ ഇത് എങ്ങനെ കെയർ ചെയ്യണം, പ്ലാന്റിന് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, ഇതെന്തോരം വളരും, ഇതിൻ്റെ മെച്യൂരിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ അസുഖങ്ങൾ എന്തൊക്കെ വരും, കണ്ടോ അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് 7 ഇഞ്ച് വരെ ഹൈറ്റ് വെക്കും കണ്ടോ. അപ്പോൾ ഈ പ്ലാന്റിന് 7 ഇഞ്ച് വരെ ഹൈറ്റ് വെക്കും. ഇതിന് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ലൈറ്റ് മതി കണ്ടോ. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഇത് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ ഈ പ്ലാന്റിൻ്റെ കൂടുതൽ ഫോട്ടോസ്, ഇത് പല സ്ഥലത്ത് നട്ടിരിക്കുന്നത്, ഇതിൻ്റെ താഴെ ഇതിനൊരു തരം കായ ഉണ്ടാവും, ആ കായയുടെ ഫോട്ടോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനത്തെ പ്ലാന്റ് ആണ്, ഇത് ഡോർഫാണോ, ഇത് ഇൻഡോർ പ്ലാന്റ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു ഇതുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അടുത്തത് നമ്മളൊരു ഫോട്ടോ കണ്ടു ഒരു പ്ലാന്റിൻ്റെ, അങ്ങനെ കാണുന്ന ഫോട്ടോസിലുള്ള പ്ലാന്റുകളെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ അതിനായിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഗൂഗിൾ ലെൻസ് എടുക്കുന്നു. ഇതിൽ എനിക്ക് ആവശ്യമുള്ളൊരു ഇമേജ് ഞാൻ എടുക്കാൻ പോവാം. ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഒരു പടം കണ്ടുപിടിച്ചു. ഈ ഒരു പടം ഞാൻ ഇതുപോലെ എൻ്റെ താഴെ എൻ്റെ ഗാലറിയിലുണ്ടായിരുന്നു. ഈ പടം നമ്മളിപ്പോൾ വാട്സപ്പിലോ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള പടമാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ പടം നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ,
ഇതിപ്പോൾ ഫിഡിലി ഫിഗിൻ്റെ ഒരു പടമാണ് ഞാൻ സെലക്ട് ചെയ്തത്. എൻ്റെ ഗാലറിയിലുണ്ടായിരുന്ന ഫോട്ടോയാണ്. ആ ഫോട്ടോ ഞാനിങ്ങനെ എടുത്ത് ഇതിൽ സെലക്ട് ചെയ്ത് കണ്ടോ, ഇതെനിക്ക് എവിടെ നിന്ന് മേടിക്കാൻ കിട്ടും, ആമസോണിൽ മേടിക്കാം, ഇന്ന റേറ്റ് കണ്ടോ, 299 രൂപയ്ക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്കിത് മേടിക്കാൻ കിട്ടുന്നതിൻ്റെ ഇൻഫോർമേഷൻ, അതുപോലെ ഇതിൻ്റെ കെയറൊക്കെ ഇവിടെ താഴെ കണ്ടോ. ഇതിലേതെങ്കിലും ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഫുൾ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലെ വേറൊരു ഇതും കൂടി കാണിച്ചു തരാം. കണ്ടോ, ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, പക്ഷെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഫെർട്ടിലൈസർ അതിൻ്റെ അധികം ആവശ്യമില്ല, 6 മുതൽ 8 ഇഞ്ച് വരെ ഹൈറ്റ് വയ്ക്കും. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഒരു അസുഖം എങ്ങനെ കണ്ടുപിടിക്കാതെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാൻ നെറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത ഒരു റസ്റ്റ് ഉള്ള ഒരു പ്ലാന്റിൻ്റെ ഇമേജാണിത്. ഇവിടെ നിങ്ങൾ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ അസുഖം എന്താണ്, ഈ അസുഖത്തിന് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഗൂഗിളിൽ കാണാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് മരുന്നോ കാര്യങ്ങളൊക്കെ നമുക്ക് അതനുസരിച്ച് എടുത്ത് റെഫർ ചെയ്യാൻ പറ്റും. മരുന്ന് ഈ ഡിസീസസിൻ്റെ ഫീച്ചർ ഉണ്ടെങ്കിലും ഞാനത് അധികം റെക്കമെൻഡ് ചെയ്യില്ല. അത് അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല. ചില സമയങ്ങളിൽ കാണിക്കും, ചില സമയങ്ങളിൽ അത് ശരിയാവാറില്ല. അപ്പോൾ ഏതെങ്കിലും എക്സ്പേർട്ടായിട്ടുള്ള ഒരാളോട് ചോദിച്ചിട്ട് അതിനൊരു മരുന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗാലറിയിലോ നമുക്ക് പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ്, നെറ്റിൽ എവിടെയെങ്കിലും കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് നമുക്ക് വേണം. അപ്പോൾ ഈ പ്ലാന്റിനെ എങ്ങനെ നമുക്ക് ലെൻസ് വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഗാലറിയിൽ ഇപ്പോൾ അതെ ഈ ഒരു പടം, ഈ ഒരു സക്കുലൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സക്കുലൻ്റ് വാങ്ങിക്കണം. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ താഴെ ഷെയർ എന്ന് പറയുന്ന ബട്ടണിൽ ഞെക്കിയിട്ട് മോറിൽ കൊടുത്തിട്ട് താഴേക്ക് പോയി ഇവിടെ ലെൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ പ്ലാന്റിൻ്റെ അവിടേക്ക് നമ്മൾ ഈ സ്ക്വയറൊന്ന് അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അവർ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് നെറ്റ് വേണം കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡുള്ള നെറ്റ് വേണം. ചില സമയങ്ങളിൽ അതങ്ങനെ കണ്ടോ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, ഇത് എവിടെ നിന്ന് മേടിക്കാമെന്ന് കിട്ടും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗൂഗിൾ ലെൻസ് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നമുക്ക് ഏതെങ്കിലും പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒരുപാടുണ്ട്. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾക്ക് അത് ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണാം. അതല്ല ചാനലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാനത് എന്തായാലും ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങൾക്ക് ഇതുവരെ അറിയാൻ പാടില്ലാത്ത ഒരു പുതിയ ഇൻഫർമേഷനായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.